വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. എസെക്കിയേൽ 10-ാം അധ്യായം വളരെ ഗൗരവമുള്ളൊരു തീരുമാനഘട്ടമാണ്. ദൈവത്തിന്റെ മഹത്വം ജെറുസലേമിന്റെ ദേവാലയത്തിൽ നിന്ന് പിന്മാറുന്നു. ഇതാണ് പ്രധാന സന്ദേശം. ഇത് യഹൂദ ജനങ്ങൾ ദൈവത്തെ നിരന്തരം ഉപേക്ഷിച്ചതിന്റെ ഫലമായി ദൈവം ഇനി അവരുടെ ഇടയിൽ വസിക്കാൻ തയ്യാറല്ലെന്ന് കാണിക്കുന്ന അത്യന്തം ദുഃഖകരമായൊരു ദർശനമാണ്. കർത്താവിന്റെ മഹത്വം കെരൂബുകളിൽ നിന്ന് ഉയർന്ന ആലയത്തിന്റെ പടിവാതിൽക്കലേക്ക് പോയി. ആലയം മുഴുവൻ മേഘത്താൽ നിറഞ്ഞു. അങ്കണമാകെ കർത്താവിന്റെ മഹത്വത്തിന്റെ ശോഭയാൽ പൂരിതമായി. സർവശക്തനായ ദൈവം സംസാരിക്കുമ്പോഴുള്ള സ്വരം പോലെ കെരൂബുകളുടെ ചെറുകടി ശബ്ദം പുറത്തെ അങ്കണം വരെ കേൾക്കാമായിരുന്നു. എസെക്കിയേൽ 11-ാം അധ്യായം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദൈവം ദുഷ്ടരെ ശിക്ഷിക്കും, എന്നാൽ തന്റെ ജനത്തെ പുതുക്കി പുതിയ ഹൃദയവും ആത്മാവും നൽകി അവരോടൊപ്പം നിലകൊള്ളും. അവർക്ക് ഞാനൊരു പുതിയ ഹൃദയം നൽകും, ഒരു പുതിയ ചൈതന്യം അവരിൽ ഞാൻ നിക്ഷേപിക്കും. അവരുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തുമാറ്റിയൊരു മാംസല ഹൃദയം ഞാൻ കൊടുക്കും. അങ്ങനെ അവർ എൻ്റെ കൽപ്പനകളനുസരിച്ച് ജീവിക്കുകയും എൻ്റെ നിയമങ്ങൾ ശ്രദ്ധയോടെ പാലിക്കുകയും ചെയ്യും. അവർ എൻ്റെ ജനവും ഞാൻ അവരുടെ ദൈവവുമായിരിക്കും. എസെക്കിയേൽ 11-ാം അധ്യായം 19-20 തിരുവചനങ്ങൾ. എസെക്കിയേലിനുണ്ടായ ദർശനത്തിൽ കർത്താവിന്റെ മഹത്വം ജെറുസലേം വിടുന്നു. കെരൂബുകൾ ചിറകുകൾ ഉയർത്തി ചക്രങ്ങളും അവയുടെ വശങ്ങളിൽ നിന്ന് ഉയർന്നു. ഇസ്രായേലിന്റെ ദൈവത്തിന്റെ മഹത്വം അവയുടെ മീതെ നിലകൊണ്ടു. കർത്താവിന്റെ മഹത്വം നഗരമധ്യത്തിൽ നിന്ന് ഉയർന്ന നഗരത്തിന് കിഴക്കുള്ള മലമുകളിൽ ചെന്നു നിന്നു. എസെക്കിയേൽ 11-ാം അധ്യായം 22-23 തിരുവചനങ്ങൾ. എസെക്കിയേൽ 12-ാം അധ്യായം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദൈവത്തിന്റെ വചനങ്ങൾ വൈകാതെ നടപ്പാകും. അനുസരണക്കേടുള്ള ജനങ്ങളും അവരുടെ രാജാവും പ്രവാസത്തിലേക്ക് പോകും എന്നതാണ്. കർത്താവായ ഞാൻ പറയും, പറയുന്നവ നിറവേറ്റുകയും ചെയ്യും. താമസമുണ്ടാവുകയില്ല. അധികാരികളുടെ ഭവനമേ, നിങ്ങളുടെ നാളിൽ തന്നെ ഞാൻ സംസാരിക്കുകയും അത് നിറവേറ്റുകയും ചെയ്യുമെന്ന് ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. എസെക്കിയേൽ 12-ാം അധ്യായം 25 തിരുവചനം. പരിശുദ്ധാത്മാവേ, തിരുവചനത്തിന്റെ അനന്തശക്തിയാൽ ആത്മാവിന്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.